ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എനിക്ക് പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധത്തിനെ പറ്റിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ മൊത്തമായിട്ട് കാണണേ. ഇന്ന് പൊന്നൂൻ്റെ തലയിൽ നിന്ന് നന്നായിട്ട് എണ്ണയൊക്കെ തേച്ച് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു. അവളെന്നും കുളിക്കും, പക്ഷെ തല നനയ്ക്കാറില്ല. എല്ലാ ദിവസവും അവൾ തല നനയ്ക്കില്ല. അപ്പോൾ അതിനിടയിൽ ആദൂട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആദൂട്ടൻ്റെ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുത്തു. അങ്ങനെ നമ്മളെ വീടിൻ്റെ അടുത്ത് നിന്ന് ഒരു കുട്ടി ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്, ദുബായിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ കുറച്ച് മിഠായി കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ പൊന്നൂൻ്റെ തലയിൽ നിന്ന് തേക്കാൻ പോകുന്നത് കടുകും തൈരും കൂടെ നന്നായിട്ട് അരച്ചിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. അതെന്തിനാണെന്ന് വെച്ചാൽ താരൻ പോവാൻ നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. പൊന്നിൻ്റെ തലയിൽ നന്നായിട്ട് താരനുണ്ട്, നല്ല മുടി കൊഴിച്ചിലുണ്ട്. അപ്പോൾ മുടീൻ്റെ അടിഭാഗമൊക്കെ നന്നായി വൃത്തികേടായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് വെട്ടിക്കളയണം. അപ്പോൾ വെട്ടണമെങ്കിൽ അവളുടെ അച്ഛൻ വരണം, അതായത് ഷാജിയേട്ടൻ വരണം. ഷാജിയേട്ടനാണ് അവളെ മുടി ഇത്രയും കാലം വെട്ടിയിരുന്നത്. അപ്പോൾ നമ്മൾ ഇതാ അരച്ച സാധനം അവളെ തലയിലൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനിയാണ് മക്കളെ കഥ. എൻ്റെ മുടി ഒന്ന് ചെറുതായിട്ടൊന്ന് വെട്ടാൻ വേണ്ടി പറഞ്ഞു. ഇത്രയല്ലേ ഉള്ളൂ, അപ്പോൾ ഒന്ന് ചെറുതായിട്ട് അതിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് വെട്ടാമെന്ന് കരുതി. അങ്ങനെ ഞാൻ മുടിയൊക്കെ ഒന്ന് സെറ്റാക്കി അവളുടെ മുന്നിൽ നിന്ന് കൊടുത്തതാണ്. ഇനിയാണ് കഥ. കണ്ടാ, അവൾ അടയാളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അവൾ അതൊക്കെ അങ്ങോട്ട് വെട്ടിക്കളയും. ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എന്താ അറിയോ, ഞങ്ങൾ ഒരുമിച്ച് തറവാട്ടിലായിരുന്ന സമയത്ത് എൻ്റെ ജാഷ്മേച്ചിയുടെ മുടി ചിക്കു അങ്ങോട്ട് വെട്ടി. ഇതേപോലെ ചേച്ചി കുറച്ച് വെട്ടിയാൽ മതി എന്ന് പറഞ്ഞ് ഇരുന്ന് കൊടുത്തതായിരുന്നു. ഒരുപാട് അങ്ങോട്ട് വെട്ടിയിട്ട് അവൾ ചിരിയോട് ചിരി. അങ്ങനെ ഞങ്ങൾ അമ്മ വന്നിട്ട് പറഞ്ഞ്, ഇനി ഒരു വാൾ കൈ കൊടുക്ക്. അമ്മ വെറുതെ തമാശയ്ക്ക് അമ്പലത്തിലൊക്കെ ഉറച്ചിലുകാരിങ്ങനെ ഉറയുമല്ലോ വാളെടുത്തിട്ട്, അതിന് വെറുതെ തമാശയ്ക്ക് പറഞ്ഞു. വെട്ടിയാൾക്കാർ ചിരിക്കുന്നില്ല. അവൾക്ക് ചിരിച്ച് വയറുവേദന വരെ ഉണ്ടായിട്ടോ. അപ്പം അങ്ങനെ അവൾ ചിരിച്ച്. അങ്ങനെ കണ്ടില്ല, എൻ്റെ മുടി ഇപ്പോൾ ഇങ്ങോട്ട് മുന്നിലേക്ക് എത്താനൊന്നുമില്ല. അപ്പോൾ ഞാനിനി എൻ്റെ ഭവിതേനെ വിളിച്ചിട്ട് കാണിച്ചു കൊടുത്തിട്ട് എൻ്റെ മുടി നോക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവളെ മുടി കുറച്ച് മുന്നേ ഇതേപോലെ വെട്ടിയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരുടെ മുടി ഇതേപോലെ അവൾ കുറച്ച് മുന്നേ വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവളെ മുടി അങ്ങനെ വളർന്നിട്ടില്ല. അപ്പോൾ അവളോട് പറഞ്ഞേ, മേമയ്ക്കുള്ള മുടി ഞാൻ ഇനി വെട്ടിത്തരാറുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു വേണ്ട പറഞ്ഞു. അങ്ങനെ എൻ്റെ മുടിയിൽ എന്തായാലും ഒരു തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ ഇനി രണ്ട് സൈഡ് കൂടെ കുറച്ച് വെട്ടാന്ന് വെച്ചാൽ ഫ്രണ്ടിലേക്ക് കുറച്ച് വെട്ടാന്ന് വെച്ചാൽ, ഏതായാലും നമ്മളെ മുടിയിലല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. വേറൊരാളുടെ മുടിയിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ അവളതും കൂടെ വെട്ടി. ഇനി നമുക്ക് അടുത്ത പരിപാടി തലയിൽ എന്താ പറയുക, കടുക് അരച്ചത് തേക്കുന്ന പരിപാടിയാണ്. കടുകും തൈരും കൂടെ അരച്ച് തേക്കുകയാണ്. എൻ്റെ തലയിൽ കുറച്ച് താരനുള്ള, അപ്പോൾ അവൾക്ക് തേച്ചതിൻ്റെ ബാക്കി ഉണ്ടായതുകൊണ്ട് എൻ്റെ തലയിലും കൂടെ അങ്ങോട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ആ പരിപാടിയും കൂടെ കഴിഞ്ഞ് ഇനി പൊന്നു കുളിക്കാൻ പോയി. അപ്പോൾ എനിക്ക് കുറച്ച് തുണിയൊക്കെ കഴുകാനുണ്ട്, എന്നിട്ട് വേണം ഞാനും കൂടെ കുളിക്കാൻ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അത് ഇത്ര മുടിയാണ് ഞാൻ വെട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് ഭവിത തന്ന പഴമാണ് കേട്ടോ, നമ്മളെ തറവാട്ടിലുണ്ടായ പഴമാണ്. അതിൽ നിന്ന് കുറച്ച് തന്നതാട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി ഞാനും കുളിക്കാൻ പോവാം. അതാ പൊന്നുവിൻ്റെ മുടി താരനൊക്കെ ഇപ്പോൾ കാണാനില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.